friends, welcome to English Mithra. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് could, would, should എന്നീ വാക്കുകളെ പറ്റിയിട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് could have, would have and should have നെ കുറിച്ചിട്ടാണ്. അപ്പോൾ could, would, shouldന്റെ കൂടെ നമ്മൾ have ചേർത്തു. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഇതും പൊതുവെ ലൈവിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി ഡൗട്ട്സ് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. സോ ബേസിക്കലി നമ്മൾ could have അല്ലെങ്കിൽ would have അല്ലെങ്കിൽ should have യൂസ് ചെയ്യുന്നത് നമ്മുടെ റിഗ്രറ്റിനെ കുറിച്ച് പറയാനാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നില്ല, അതിൻ്റെ ഒരു നഷ്ടബോധം, അതിൻ്റെ ഒരു മനസ്താപം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് could have, should have, would have യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്തു, അതിൻ്റെ റിസൾട്ടായിട്ടൊരു കാര്യം സംഭവിച്ചു, അതിലുള്ള നമ്മുടെ മനപ്രയാസം അല്ലെങ്കിൽ അതിനുള്ള ഒരു റിഗ്രറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് could have, should have, would have യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഐ ഡിഡൻറ്റ് സ്റ്റഡി ഇനഫ്, ഞാൻ പഠിച്ചില്ല, ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഐ ഫെയിൽഡ് മൈ എക്സാം, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി. ഓക്കെ, സോ അതാണ് ആക്ഷനും റിസൾട്ടും. ഇനി ഇതിൽ മനസ്താപം കാരണം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം, നിങ്ങൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചില്ല, നിങ്ങൾ തോറ്റുപോയി. അപ്പം നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നീ കുറച്ചുകൂടി പഠിക്കണമായിരുന്നു, അത് പറയാം അല്ലേ, നീ കുറച്ചുകൂടി പഠിക്കണമായിരുന്നു, നീ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണമായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നീ പഠിക്കണമായിരുന്നു. സോ അവിടെയാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഷുഡ് ഹാവ് എന്ന് പറയുന്നത് പഠിക്കണമായിരുന്നു എന്നാണ് വരിക. പഠിത്തത്തിൻ്റെ കാര്യം മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഡാണ്. ഓക്കെ, ഷുഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാം, ചെയ്യണമായിരുന്നു, ഷുഡ് ഹാവ്, ചെയ്യണമായിരുന്നു, ഷുഡ് ഹാവ്. ഓക്കെ, ഇനി അടുത്തത്, നിനക്ക് കുറച്ചുകൂടി പഠിക്കാമായിരുന്നു, ഒരു പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, നീ കുറച്ചുകൂടി പഠിക്കണമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ. ഇനി നിനക്ക് കുറച്ചുകൂടി പഠിക്കാമായിരുന്നു, നിനക്കത് ചെയ്യാമായിരുന്നു. ഓക്കെ, എല്ലാ സിറ്റുവേഷൻസും നിനക്കുണ്ടായിരുന്നു, നിനക്ക് കുറച്ചുകൂടി പഠിക്കാമായിരുന്നു. അങ്ങനെ പഠിക്കാമായിരുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ കുഡ് ഹാവ് എന്ന് പറയുന്നത്. പഠിക്കാമായിരുന്നു, കുഡ് ഹാവ് സ്റ്റഡീഡ്, പഠിക്കാമായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് ഹാവ് യൂസ് ചെയ്യാം. ചെയ്യാമായിരുന്നു, കുഡ് ഹാവ്. ഓക്കെ, യു കുഡ് ഹാവ് സ്റ്റഡീഡ് മോർ, നിനക്ക് കുറച്ചുകൂടി പഠിക്കാമായിരുന്നു, ഒരു പോസിബിലിറ്റിയാണ്, അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു, നിനക്കത് ചെയ്യാമായിരുന്നു, പക്ഷെ നീ ചെയ്തില്ല. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. അതായത് നീ കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ നീ പാസ് ആയേനെ. അപ്പോൾ ഈ സിറ്റുവേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നീ പഠിച്ചില്ല, നീ പാസ്സും ആയില്ല. അപ്പോൾ സിറ്റുവേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ നീ പാസ് ആയേനെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? നീ കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് മോർ, നീ പാസ് ആകുമായിരുന്നു, യു വുഡ് ഹാവ് പാസ് ദ എക്സാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? നീ കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ റിസൾട്ട് ഡിഫറെൻ്റ് ആയേനെ. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, അതായത് സിറ്റുവേഷൻ റിയൽ അല്ല. നീ കൂടുതൽ പഠിക്കാനും ഇനി പോകുന്നില്ല, ഇനി ആ തോറ്റുപോയ പരീക്ഷ പിന്നെ പുറകെ ചെന്ന് നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഇല്ല, അത് കഴിഞ്ഞു. അപ്പോൾ അൺറിയൽ സിറ്റുവേഷൻ ആയിരുന്നു. ഇനി നിനക്ക് നീ കൂടുതൽ പഠിച്ചിട്ടും കാര്യമില്ല, എക്സാം തോറ്റുപോയി. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ, അതായത് നീ പഠിക്കുമായിരുന്നെങ്കിൽ നീ പാസ്സായേനെ. അതായത് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് സംഭവിച്ചേനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ചെയ്തേനെ എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതാണ് കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസും ബേസിക് ആയിട്ടുള്ള യൂസേജും. എന്തെങ്കിലും ഒരു റിഗ്രറ്റ് നമുക്ക് കാണിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അത് ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് എന്നീ വാക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. കുഡ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യാമായിരുന്നു എന്ന് പറയാനും,
അതുപോലെ തന്നെ ഷുഡ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യണമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും. വുഡ് ഹാവ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുമാണ്. അതാണ് ബേസിക് ഡിഫറൻസ്. നമ്മൾ ഇന്ന് പഠിച്ചത് കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ് എന്നീ ടോപ്പിക്സ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.